മമ്മൂട്ടിയും നവാഗത സംവിധായകരും അതൊരു വ്യത്യസ്തമായ കോംബോയാണ്. സമീപകാലത്തിറങ്ങിയ മിക്ക മമ്മൂട്ടി ചിത്രങ്ങളും അതിനുദാഹരണമാണ്. അതിനെ അടിവരയിടുന്ന പുതിയ ചിത്രമാണ് ബസൂക്ക. നവാഗതനായ ഡീനോ ഡെന്നിസ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം മലയാളികൾ ഇതുവരെ കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത ഗെയിം ത്രില്ലർ ജോണറിൽ പെടുന്നതാണ്. മാസ് എന്ന വാക്കിനും അനുഭവത്തിനും പുതിയ തലം തീർത്തിരിക്കുകയാണ് മമ്മൂട്ടിയും ഡീനോയും ചേർന്ന്. വെല്ലുവിളികൾ നിറഞ്ഞ പല ലെവലുകളാണ് ഗെയിമുകളുടെ പ്രത്യേകത. ആദ്യത്തെ ലെവൽ ലളിതമായിരിക്കുമെങ്കിൽ പിന്നീടുള്ള ഓരോ ലെവലിലും വെല്ലുവിളികളുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കും. എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് ഏറ്റവും കാഠിന്യമേറിയ ലെവലും മറികടക്കുന്നയാളായിരിക്കും ജേതാവ്. ഒരു ഗെയിമിന്റെ ഈ സ്വഭാവമാണ് ബസൂക്ക എന്ന ചിത്രത്തിലും കാണാനാവുക. പോലീസിനെ വട്ടം കറക്കുന്ന ഒരു കുറ്റവാളി, അയാൾ തീർക്കുന്ന കെണികളും വെല്ലുവിളികളും, പോലീസ് അതിനെ എങ്ങനെ നേരിടുന്നു എന്നെല്ലാമാണ് ബസൂക്ക അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുന്നത്. ബെഞ്ചമിൻ ജോഷുവ നയിക്കുന്ന പോലീസ് അന്വേഷണ സംഘം ഒരു വശത്ത്, മറുവശത്ത് ഇവർക്ക് തലവേദന സൃഷ്ടിക്കുന്ന മാരിയോ എന്ന കൊടുങ്കുറ്റവാളി, ഇവർക്കിടയിലേക്ക് വരുന്ന ജോൺ സീസർ എന്ന മറ്റൊരാൾ. ഈ മൂന്നുപേരെയും അത്യന്തം ത്രില്ലിംഗായ ഒരു വീഡിയോ ഗെയിമിലേക്കെന്ന പോലെ ചേർത്തുവെക്കുകയാണ് സംവിധായകൻ ഡീനോ. ഈ കളിയിൽ ജോൺ സീസർ ഗെയിം കളിക്കുന്നയാളും പോലീസും മാരിയോയും ഗെയിമിലെ രണ്ട് ചേരികളുമാണ്. മറ്റൊരർത്ഥത്തിൽ മാരിയോയിലേക്കെത്താൻ പോലീസിനെ സഹായിക്കുകയാണ് ജോൺ സീസർ ചെയ്യുന്നതെന്ന് പറയാം. പോലീസും കള്ളനും കളി പ്രമേയമായി നിരവധി ചിത്രങ്ങൾ മലയാളത്തിലുൾപ്പെടെ പല ഭാഷകളിലും വന്നിട്ടുണ്ട്. എന്നാൽ ബസൂക്കയെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഒരു ഗെയിമിലെന്ന പോലെ കഥാപാത്രങ്ങളെ കൂട്ടിയിണക്കിയെടുത്താണ്. പറഞ്ഞു തുടങ്ങുമ്പോൾ മേക്കിംഗ് മുതൽ തുടങ്ങാം. സ്റ്റൈലിഷ് എന്നു വേണം മേക്കിംഗ് ശൈലിയെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ. ഗെയിം ത്രില്ലർ എന്ന ജോണറിനോട് നീതി പുലർത്താൻ സാധ്യമായതെല്ലാം ഡീനോ ചെയ്തു വെച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, അവരെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി, അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കുറ്റകൃത്യത്തിന്റെ രീതി മുതലായവയിലെല്ലാം ഗെയിമുകളുമായി ബന്ധപ്പെടുത്തിയുള്ള എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ കൊണ്ടുവരാൻ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില രംഗങ്ങളിൽ ക്യാമറ ഷോട്ടുകൾ പോലും ഗെയിമുകളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഒരു ഗെയിമിലെന്ന പോലെ അടുത്തത് എന്തുവേണമെങ്കിലും സംഭവിക്കാം എന്ന പ്രതീതി കൊണ്ടുവരാനും ഡീനോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.